ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വാച്ചിൽ ഉപയോഗിക്കുന്ന മെഷീനുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വാച്ചിൽ 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമതായിട്ട് ക്വാർട്സ്, രണ്ടാമതായിട്ടുള്ളത് മെക്കാനിക്കൽ, മൂന്നാമതായിട്ട് ഓട്ടോമാറ്റിക്. ഈ 3 മെഷീനുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഐ ആം ഇർഷാദുസലൈമാൻ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് ക്വാർട്സ് വാച്ച് അഥവാ ബാറ്ററി വാച്ചിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ക്വാർട്സ് വാച്ച് കണ്ടുപിടിക്കുന്നത് 1969 സീക്കോ എന്ന കമ്പനിയാണ് ക്വാർട്സ് വാച്ച് ആദ്യമായിട്ട് കണ്ടുപിടിക്കുകയും അത് നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയും ചെയ്തത്. അതുവരെ ഉണ്ടായിരുന്ന മെക്കാനിക്കൽ വാച്ചിൻ്റെ കുത്തക പാടെ തകർന്നു പോയി എന്നുള്ളതാണ് ക്വാർട്സ് വാച്ചിൻ്റെ കടന്നുവരവോടുകൂടി സംഭവിച്ചത്. അപ്പോൾ നമുക്കൊരു ബാറ്ററി വാച്ചിൽ ബാറ്ററി ഇട്ടാൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്, നമുക്ക് ഈ ഡയഗ്രാം നോക്കി മനസ്സിലാക്കാം. ബാറ്ററി ഇടുന്ന സമയത്ത് തന്നെ ബാറ്ററിയുടെ പവർ നേരെ പോകുന്നത് ECBയിലേക്കാണ്. ഈ കാണുന്ന പച്ച കളറിൽ കാണുന്നതാണ് ECB കളറ് പച്ചയും നീലയും വരുന്നുണ്ട്, 2 കളറിലും വരും. അപ്പോൾ ഈ കാണുന്ന ഈ ECBയിലേക്ക് എത്തിയ പവർ തൊട്ടടുത്തുള്ള ECBയോട് ചേർന്നിരിക്കുന്ന ക്വാർട്സ് ക്രിസ്റ്റലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ക്വാർട്സ് ക്രിസ്റ്റലിനുള്ളിൽ 1 സെക്കൻഡിൽ 32,768 തവണ ചെറിയൊരു വൈബ്രേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ വൈബ്രേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു സിഗ്നലിനെ സെക്കൻഡുകളായിട്ട് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഈ പുറത്തേക്ക് വിടുന്ന ഈ സിഗ്നൽ നേരെ വരുന്നത് ECBയിലേക്കാണ്. ECBയിൽ നിന്നും ഈ പവർ നേരെ പോകുന്നത് കോയിലിലേക്കാണ്. അപ്പോൾ കോയിൽ വരെ എത്തിയ ഇലക്ട്രിക് പവറിനെ പിന്നീട് അങ്ങോട്ട് പോകുന്നത് മെക്കാനിക്കൽ പവറായിട്ടാണ്. കോയിലിന് തൊട്ടടുത്തുള്ള ഈ ഒരു കാണുന്ന ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെയുള്ള ചെറിയ മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് തൊട്ടടുത്തുള്ള മറ്റ് ഗിയറുകളും വീലുകളും ചലിപ്പിക്കുവാൻ ആവശ്യമായ മെക്കാനിക്കൽ പവറിനെ മുന്നോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ വീലുകളും ചലിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ വാച്ചിൽ സമയം കൃത്യമായിട്ട് കാണിക്കുന്നത്. ഒരു ക്വാർട്സ് വാച്ച് വർക്ക് ചെയ്യുവാൻ ആവശ്യമായ പവർ എന്ന് പറയുന്നത് 1.5 ആണ്. ചില വാച്ചുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ വാച്ചുകളിൽ ഇത് 3 വാട്ടാണ്. ചിലപ്പോൾ ഈ 3 വാട്ടിന് താഴെയോ അല്ലെങ്കിൽ 1.5 വാട്ടിന് താഴെയോ വരികയാണെങ്കിൽ വാച്ച് സ്ലോ ആകുവാനോ വാച്ച് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ക്വാർട്സ് വാച്ചുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോ മെയിൻ്റനൻസ് ആണ്, അതുപോലെ വിലയും കുറവാണ്. ഇതിൻ്റെ മെയിൻ പോരായ്മ, കുറച്ച് നാൾ നമ്മൾ ഈ വാച്ച് ഉപയോഗിക്കാതെ എവിടെയെങ്കിലും ഷെൽഫിലോ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാച്ചിൻ്റെ ബാറ്ററി പൊട്ടി ലീക്ക് ആകുവാനും അല്ലെങ്കിൽ അതിൻ്റെ ECB അല്ലെങ്കിൽ മെയിൻ സർക്യൂട്ട് ബോർഡ് ഡെഡായി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അധിക കാലം ഒരു വാച്ച് ഉപയോഗിക്കാതിരിക്കുന്നു എങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് ബാറ്ററി ഊരി മാറ്റുക, അല്ലെങ്കിൽ പുതിയ ബാറ്ററി ഇട്ട് നിങ്ങൾ വർക്കിംഗ് കണ്ടീഷനിലാക്കി വെക്കുകയോ ചെയ്യാൻ ശ്രമിക്കുക. ബാറ്ററി തീർന്നതിന് ശേഷവും വാച്ച് നിങ്ങൾ ദീർഘകാലം അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ബാറ്ററി ലീക്ക് ആയിട്ട് ബാറ്ററിയിലെ വാട്ടർ പുറത്തേക്ക് വരികയും അതോടെ സ്പ്രെഡായിട്ട് വാച്ചിൻ്റെ മറ്റ് സ്പെയർ പാർട്സുകൾക്ക് കംപ്ലൈൻറ്റ് വരികയും തുടർന്ന് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഡെഡ് ആകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മെക്കാനിക്കൽ വാച്ച് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു പോക്കറ്റ് വാച്ചാണ്. ആദ്യകാലങ്ങളിൽ ഇങ്ങനെയുള്ള പോക്കറ്റ് വാച്ചുകളാണ് യൂസ് ചെയ്തിരുന്നത്. ഇതിനോടൊപ്പമുള്ള ചെയിൻ ഇങ്ങനെ പാൻറ്റിൽ കൊളുത്തി ഇട്ടതിന് ശേഷം വാച്ച് അഥവാ പോക്കറ്റ് വാച്ച് നമ്മുടെ പോക്കറ്റിലിടുകയും സമയം നോക്കുവാൻ പോക്കറ്റിൽ നിന്നും വാച്ച് പുറത്തെടുത്ത് സമയം അറിയുന്നതുമായിരുന്നു രീതി. പിന്നീടാണ് കയ്യിൽ ധരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള റിസ്റ്റ് വാച്ചുകൾ നിർമ്മിച്ചത്. ഇനി നമുക്ക് മെക്കാനിക്കൽ വാച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. മെക്കാനിക്കൽ വാച്ചുകൾ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ വൈൻഡിങ് കൊടുത്തിട്ടാണ്. വാച്ചിൻ്റെ ക്രൗൺ അഥവാ കീ ബട്ടൺ ഇതുപോലെ ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോഴാണ് വൈൻഡിങ് ഫുള്ളാകുന്നത്. വൈൻഡിങ് ആകുക എന്ന് പറഞ്ഞാൽ ഒരു ബാരലിനുള്ളിൽ, ഈ കാണുന്ന ഒരു ബാരലിനുള്ളിൽ ചുറ്റിയിരിക്കുന്ന സ്പ്രിങ് ആണ് ഇതിൻ്റെ പവറായിട്ട് സേവ് ചെയ്യുന്നത്. ഈ സ്പ്രിങ് മാക്സിമം ടൈറ്റ് ആകുന്നതിനനുസരിച്ച് വാച്ചിൻ്റെ വർക്ക് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ ടൈം കൂടുകയും വാച്ചിൻ്റെ ഈ സ്പ്രിങ് ലൂസ് ആകുന്നതിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള സമയം കുറയുകയുമാണ് ചെയ്യുന്നത്. അതായത് ഒരു വൈൻഡിങ്ങിൽ ഒരു 8, 10 അല്ലെങ്കിൽ 12 തവണ നമ്മളൊരു വാച്ച് വൈൻഡ് ചെയ്താൽ ഒരു ദിവസം വർക്ക് ചെയ്യുവാൻ ആവശ്യമായ പവർ ഈ വാച്ച് ലഭിക്കുന്നതാണ്. അത് ചിലപ്പോൾ ചില കമ്പനി അനുസരിച്ച് ചില വാച്ചുകളിൽ പവർ കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പോൾ ഒരു മെക്കാനിക്കൽ വാച്ചിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ കാണുന്ന സ്പ്രിങ്ങിൽ ശേഖരിച്ചിരിക്കുന്ന ഈ പവർ റിലീസ് ആകുന്നതിനനുസരിച്ച് അതിനോട് ചേർന്നുള്ള സെൻറ്റർ സെക്കൻഡ് വീലും മിനിറ്റ് വീലും അതുപോലെ തന്നെ ഹവർ വീലും ചലിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ വാച്ചിൻ്റെ ഡയലിൽ സമയം കൃത്യമായി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മെക്കാനിക്കൽ വാച്ചുകളുടെ പ്രത്യേകത,
ആ വാച്ചുകളുടെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണെങ്കിൽ ഒരാളുടെ ആയുസ്സിനും അപ്പുറത്തേക്ക് ഈ വാച്ചുകൾ ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് സത്യം. ഈ വാച്ചിന് മെയിൻ്റനൻസ് കുറവാണ്. ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് മെയിൻ്റനൻസ് കുറവാണ്. ഇതിന്റെ പോരായ്മ എന്ന് പറയുന്നത് സ്ഥിരം വാച്ച് ധരിക്കുന്ന ആളാണെങ്കിൽ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് വാച്ച് ധരിക്കുന്ന സമയത്ത് വൈൻഡിങ് കൊടുക്കണം. വൈൻഡിങ് കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് വാച്ച് സ്ലോ ആകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വീട്ടിലെ മുതിർന്ന ആൾക്കാർ ഇതുപോലെയുള്ള വൈൻഡിങ് വാച്ചുകൾ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ അവർ ധരിക്കുന്ന സമയത്ത് ഒന്ന് വൈൻഡിങ് കൊടുത്തതിന് ശേഷം അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ ചെവിയിൽ വെച്ചുകൊണ്ടായിരുന്നു മനസ്സിലാക്കുന്നത്. അന്നത്തെ കാലത്ത് ചില വാച്ചുകളൊന്നും സെൻട്രൽ സെക്കൻഡ് സൂചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് ജസ്റ്റ് ചെവിയിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബാലൻസ് വീൽ ഇങ്ങനെ ടിക് ടിക് എന്നുള്ള സൗണ്ട് കേൾക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ അതുവഴിയാണ് വാച്ച് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അന്നത്തെ കാലത്ത് അവർക്ക് മനസ്സിലായിരുന്നത്. പക്ഷേ ക്വാർട്സ് വാച്ചിൻ്റെ കടന്നുവരവോടുകൂടി ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെ പാടെ ഇല്ലാതായി. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് വാച്ചുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓട്ടോമാറ്റിക് വാച്ച് വർക്ക് ചെയ്യുന്നതും മെക്കാനിക്കൽ വാച്ച് വർക്ക് ചെയ്യുന്നതും ഏകദേശം ഒരുപോലെ തന്നെയാണ്. മെക്കാനിക്കൽ വാച്ചിൽ നമുക്ക് മാനുവലായിട്ട് വൈൻഡിങ് കൊടുക്കണമായിരുന്നു എങ്കിൽ ഓട്ടോമാറ്റിക്കിൽ അതിൻ്റെ ആവശ്യമില്ല. സെൽഫ് വൈൻഡിങ് ആണ് ആ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ സെൽഫ് വൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് വാച്ചിൽ കൊടുത്തിരിക്കുന്നത് മെക്കാനിക്കൽ വാച്ചിലെ അതേ ഫംഗ്ഷനും അതോടൊപ്പം തന്നെ ചെറിയ 1-2 പാർട്സുകളും കൂടിയാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ മെക്കാനിക്കൽ വാച്ചിൽ കൈകൊണ്ട് തിരിക്കണമായിരുന്നു എങ്കിൽ, കൈകൊണ്ട് തിരിച്ച് വൈൻഡിങ് ചെയ്യണമായിരുന്നു എങ്കിൽ ഈ കാണുന്ന ഓസിലേറ്റിംഗ് വെയിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്പെയർ ഉപയോഗിച്ചിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് വാച്ചിൽ പവർ സേവ് ആകുന്നത്. ഇത് 360 ഡിഗ്രിയിൽ കറങ്ങാൻ ശേഷിയുള്ള ഒരു ഓസിലേറ്റിംഗ് വെയിറ്റ് ആണ്. ഇതിന് തൊട്ട് താഴെയായിട്ട് ഇതിനോട് ബന്ധിച്ച് തന്നെ ഒരു 3-4 വീല് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീലുകളെല്ലാം കൂടി കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ കൈകൊണ്ട് കൊടുത്തിരുന്ന ആ ഒരു പവർ, ആ ഒരു വൈൻഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ബാരലിലേക്ക് പവറായിട്ട് സേവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വാച്ച് കയ്യിൽ ധരിക്കുമ്പോൾ കൈയുടെ ചലനത്തിനനുസരിച്ച്, കൈ എങ്ങോട്ട് തിരിഞ്ഞാലും അതിനനുസരിച്ചൊക്കെ ഈ കാണുന്ന റോട്ടർ കറങ്ങുകയും അതോടൊപ്പം തന്നെ പവർ സേവ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരാൾ ഓട്ടോമാറ്റിക് വാച്ച് ധരിക്കുന്ന ഒരാൾ, ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു 8-10 മണിക്കൂർ വാച്ച് കൈ കെട്ടിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വാച്ചിൽ പവർ സേവ് ആവുകയും അന്ന് രാത്രിത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിറ്റേന്ന് അല്ലെങ്കിൽ 24 മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ടുള്ള പവർ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സേവ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഡെയിലി വാച്ച് ധരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വൈൻഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം വാച്ച് ധരിക്കാതിരുന്നാൽ ചിലപ്പോൾ വാച്ച് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അന്നേരത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ വാച്ചിൽ വൈൻഡിങ് കൊടുക്കാനുള്ള ഒരു സിസ്റ്റമുണ്ട്. ചില സീക്കോ വാച്ചുകളിൽ വൈൻഡിങ് കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ സാധാരണയായിട്ടുള്ള എല്ലാ ഓട്ടോമാറ്റിക് വാച്ചുകളിലും മാനുവലായിട്ട് വൈൻഡിങ് കൊടുക്കാൻ പറ്റുന്നത് കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളൊരു വൈൻഡിങ് ജസ്റ്റ് ഒരു 5-10 അല്ലെങ്കിൽ 4-5 തവണ നിങ്ങളൊരു വൈൻഡിങ് കൊടുത്തതിന് ശേഷം പിന്നീട് വാച്ച് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കൈയുടെ ചലനത്തിനനുസരിച്ച് പവർ സേവ് ആവുകയും പിന്നീട് വാച്ച് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയം. ഈ വിഷയം നിങ്ങൾ അല്ലെങ്കിൽ ഈ വാച്ചിനെ കുറിച്ചുള്ള ഈ മെക്കാനിക്കൽ, ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ക്വാർട്സ് എന്നീ വാച്ചുകളെ കുറിച്ചുള്ള അറിവ് നിങ്ങളിൽ പലർക്കും മുന്നേ അറിവുള്ളതായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഈ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നേരത്തെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങളെല്ലാവരും ഏറ്റെടുത്തതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കുമെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വിഷയം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. മലയാളത്തിൽ വാച്ചുകളെക്കുറിച്ച് ചെയ്യുന്ന ആദ്യത്തെ ചാനലാണ്. അതുകൊണ്ട് തന്നെ മലയാളികളിൽ യൂട്യൂബ് കാണുന്ന അല്ലെങ്കിൽ വാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വാച്ച് എന്തൂസിയാസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ ഈ ചാനൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ അത് എത്തിക്കുക എന്നുള്ള കടമ കൂടി നിങ്ങൾ ഏറ്റെടുക്കുക, അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വരും വീഡിയോകൾ നമ്മൾ പുതിയ അറിവുകൾ, പുതിയ വാച്ചുകൾ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണുന്നതിനും അതൊക്കെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സൗജന്യമായി തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയും അപ്പോൾ തന്നെ കാണുവാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നത് വരേക്കും ഗുഡ് ബൈ.